രണ്ട് സുപ്രധാനമായ തീരുമാനങ്ങൾ നിങ്ങളെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, കഴിഞ്ഞ ആഴ്ച കൊല്ലത്തിന്റെ MP സഖാവ് NK പ്രേമേന്ദ്രനോടൊപ്പം കേന്ദ്ര ധനകാര്യമന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമനെ കാണുകയും അവര് കശുവണ്ടി വ്യവസായത്തിന്റെ റിവൈവലിനുള്ള പാക്കേജ് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടു. അവർ തത്വത്തിൽ ഇതിന്റെ ഒരു റിവൈവൽ എന്നുള്ള ഇത് അംഗീകരിച്ചു. അതിന്റെ പാക്കേജ് ഒരു റിവൈവൽ, ഒരു സിക്ക് ഇൻഡസ്ട്രിയായി കണക്കാക്കി അതിന്റെ റിവൈവലിന്റെ ഒരു പാക്കേജ് പ്രപ്പോസൽ സമർപ്പിക്കാൻ തീരുമാനിച്ചു. അത് CMD, സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ്, CMDയെ ചുമതലപ്പെടുത്തി 10 ദിവസത്തിനകം റിപ്പോർട്ട് തരണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആ റിപ്പോർട്ട് കിട്ടുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വ്യവസായികളുമായിട്ടും ട്രേഡ് യൂണിയനുകളുമായിട്ട് ചർച്ച ചെയ്തിട്ട് അതിൻ്റെ ഒരു അന്തിമ രൂപം ഉണ്ടാക്കി അത് കേന്ദ്ര ഗവൺമെന്റിന് സമർപ്പിക്കുന്നതാണ്. അതിനോടൊപ്പം തന്നെ കശുവണ്ടി വ്യവസായം നേരിടുന്ന ഏറ്റവും വലിയ വിഷയമെന്ന് പറഞ്ഞത്, നിലവിൽ വ്യവസായികളായിട്ടുള്ളവർ അവരെല്ലാം കടവും കടക്കണിയിലുമായി ജപ്തി നേരിടുന്ന അവസ്ഥയിലാണ്. കഴിഞ്ഞ ഗവൺമെന്റ് സമയത്ത് തന്നെ ചില പാക്കേജും വൺ ടൈം സെറ്റിൽമെന്റ് സ്കീമൊക്കെ പ്രഖ്യാപിച്ചു. പക്ഷേ പല സാങ്കേതികമായിട്ടുള്ള തടസ്സങ്ങൾ കാരണം അത് ഫലപ്രദമായി വിനിയോഗിക്കാൻ സാധിച്ചിട്ടില്ല. കുറച്ചുപേരൊക്കെ അത് വിനിയോഗിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷെ ഒരുപാട് തടസ്സങ്ങൾ, നൂലാമാലകൾ പെട്ട് അത് മുന്നോട്ട് പോയില്ല. ഇന്ന് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ VD സതീശന്റെ നേതൃത്വത്തിൽ ഇന്ന് SLBC കൂടുകയുണ്ടായി. ആ കൂടിയതിന്റെ അടിസ്ഥാനത്തിൽ 2025 അവസാനിച്ച ആ വൺ ടൈം സെറ്റിൽമെന്റ് സ്കീം ഒരു വർഷവും കൂടെ ഇന്ന് മുതലുള്ള ഒരു വർഷത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള GO പുറപ്പെടുവിക്കുന്നതായി. മാത്രവുമല്ല, വ്യവസായികളും ബാങ്കുകളും ഇത് ഫലപ്രദമായി നടപ്പിലാക്കാൻ നേരിട്ട തടസ്സങ്ങൾ എല്ലാം അക്കമിട്ട് നമ്മൾ ചർച്ച ചെയ്തു. അതിനൊരു സബ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ SOP, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ, അതിന്റെ ഭാഗത്തിനാണ് തടസ്സങ്ങളുണ്ടായത്. അതിന്റെ SOP തയ്യാറാക്കുന്നതിന് SLBCയുടെ കൺവീനറും വ്യവസായ വകുപ്പ് സെക്രട്ടറിയും കാഷ്യൂ ബോർഡിന്റെ CMD-ആയ ഉണ്ണികൃഷ്ണൻ ചേർന്നുകൊണ്ട് ഈ ദിവസങ്ങളിൽ ചർച്ച നടത്തി. അത് ഇതുവരെ നേരിട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്ന തീരുമാനങ്ങൾ അവിടെ കൈക്കൊള്ളുന്നതായിരിക്കും. അന്നേരം രണ്ട് രീതിയിലാണ്. നിലവിലുള്ള വ്യവസായികൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക്, അവർക്ക് ജപ്തി അടക്കമുള്ള വിഷയങ്ങൾക്ക് ഇങ്ങനെ പരിഹാരം കാണാനും, മറുഭാഗത്ത് ഇത് കൊല്ലത്ത് ഇത് തിരിച്ചു കൊണ്ടുവരാൻ എന്തൊക്കെ വേണമെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു പാക്കേജ് ഗവൺമെന്റായിട്ട് ബഹുമാനപ്പെട്ട MP-യുടെ സഹായത്തോടുകൂടി അവിടെ സമർപ്പിക്കുകയും ചെയ്യുന്ന തീരുമാനമാണ് കൈക്കൊണ്ടിട്ടുള്ളത്. ഒരു പരിധിവരെ ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരവും തിരിച്ച് കൊല്ലത്തേക്ക് കശുവണ്ടി വ്യവസായം തിരിച്ചു വരും എന്നുള്ള ഒരു അപ്ബീറ്റ് പ്രതീക്ഷയുടെ മൂഡിലാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത്.